രേഷണൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പോക്കിരി രാജയ്ക്കും മധുര രാജയ്ക്കും ശേഷം മമ്മൂക്കയും വൈശാഖും അതുപോലെ എബ്രഹാം ഓസ്ലറിന് ശേഷം മമ്മൂക്കയും മിഥുൻ മാനുവൽ തോമസും കൂടെ ഒന്നിക്കുന്ന സിനിമയാണ് ടർബോ. അപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏതാണ്ട് 2 മാസം മുമ്പേ തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 13. മെയ് 9 പലരും പ്രതീക്ഷിച്ചെങ്കിലും ജൂൺ 13 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് ടർബോയുടെ റിലീസ് ഡേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഈ അത്രയും സമയം കിട്ടുന്നത് കൊണ്ട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 400-450ഓളം സ്ക്രീനുകൾ കേരളത്തിൽ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ടുള്ള വേഫെയർ ഫിലിംസ് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 400-450 സ്ക്രീനുകൾ ടർബോയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. പിന്നെ ടർബോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമ്മൂക്കയും അതുപോലെ ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ വിയറ്റ്നാം ഫൈറ്റേഴ്സിനെ പോലുള്ള ആൾക്കാർ വരുന്ന അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇടിയും അതായത് ആക്ഷനും കോമഡിയും എല്ലാം കൂടെ കലർത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് മമ്മൂക്കയും വൈശാഖും അതുപോലെ മിഥുൻ മാനുവൽ തോമസും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമയെന്ന് പറഞ്ഞത്. കാര്യം മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റിന് തന്നെ ഇപ്പോൾ 100% ഗ്യാരണ്ടിയാണ്, അത് സിനിമ ഓടും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ അത്തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയാൽ ഒരു സിനിമ എങ്ങനെ ഒരുക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് വൈശാഖ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ഒപ്പം ഈ പരാജയങ്ങൾ, ഈ അടുത്ത കാലത്ത് പരാജയങ്ങൾ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നായകനും അല്ലെങ്കിൽ താരവും എല്ലാമാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരോട് ഒന്നിക്കുന്ന സിനിമ എത്തരത്തിലുള്ളൊരു വലിയ വിജയമായി തീരും എന്നുള്ള കാര്യത്തിനകത്ത് ആർക്ക് യാതൊരു സംശയമില്ല. ഇപ്പം നമുക്കറിയാം, ഇന്ത്യക്ക് പുറത്ത് തന്നെ അമേരിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അങ്ങനെ അതുപോലെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങൾ GCC കൺട്രീസിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു റിലീസിനാണ് ടർബോ ഒരുങ്ങുന്നത്. ഇപ്പം ജൂൺ 13 ഈ ടർബോ റിലീസ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് 17-ാം തീയതി, ജൂൺ 17-ാം തീയതിയാണ് വലിയ പെരുന്നാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ GCCയിൽ ഒക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം സാധാരണഗതിയിൽ അവധി വരാൻ സാധ്യതയുണ്ട്. കാര്യം ഈ വലിയ പെരുന്നാൾ അടുപ്പിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജൂൺ 13 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് തിയേറ്ററിൽ, അത് മാത്രമല്ല ജൂൺ 13 റിലീസ് ചെയ്തെങ്കിലും പിന്നീട് 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ പെരുന്നാളാണ്. അപ്പോൾ അതിനുശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു തിരക്ക് GCCയിൽ ഉണ്ടാകാൻ ടർബോയ്ക്ക് നല്ല സാധ്യതയാണ്. കാര്യം അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രത്യേകിച്ച് മാത്രമല്ല GCC കൺട്രീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ കേരളത്തിലെ പോലെ അല്ലെങ്കിൽ കേരളത്തിനെക്കാട്ടിലും കൂടുതൽ കളക്ഷൻ വരാൻ സാധ്യത. കാര്യം എനിക്ക് തോന്നുന്നൊരു നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിനോടൊപ്പം പിന്നെ GCCയിലുമാണ്. കാര്യം നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ കിട്ടുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ GCC വിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന കളക്ഷനെക്കാട്ടിലും കൂടുതൽ എപ്പോഴും നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു നേട്ടമായിട്ട് വരുന്നത് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു കളക്ഷനകത്തൊരു ശക്തമായിട്ടുള്ള ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ GCCയിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയം നോക്കി റിലീസ് ചെയ്തത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മാത്രമല്ല, ഈ 2 മാസം മുമ്പേ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. പിന്നെ ജൂൺ ജൂലൈ മാസം നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ കോളേജുകളൊക്കെ ഓപ്പണിംഗ് ആണ്. ഇപ്പം ഫാമിലി ആയിട്ടുള്ള ആളുകൾക്കും സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന, ഇപ്പം ഒരു മോർണിംഗ് ഷോയ്ക്കോ ഒരു ന്യൂൺ ഷോയ്ക്കോ ഒന്നും ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ഒക്കെ തീർച്ചയായിട്ടും ഫാമിലി പോകുന്ന സമയത്തെല്ലാം അവർക്ക് പോയിട്ട് ആ സിനിമ കാണാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്, അവസരങ്ങളും ഉണ്ട്. പിന്നെ ജൂൺ ജൂലൈ മാസം ഒരു മഴക്കാലമാണ്, ആ സമയത്തൊന്നും ആരും തിയേറ്ററിലേക്ക് പോകത്തില്ല എന്നൊക്കെ പറയുന്നത് അബദ്ധമായിട്ടുള്ള ഒരു ധാരണയാണ്. കാര്യം മുമ്പ് തന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ പല സിനിമകളും, അതായത് ദിലീപേട്ടൻ്റെ വലിയ ഹിറ്റായിട്ടുള്ള ഈ പറക്കും തെളിയ, അതുപോലെ മീശമാധവൻ, CID മൂസ, പാണ്ടിപ്പട, ഇതെല്ലാം ജൂലൈ റിലീസായിരുന്നു. ഈ ജൂലൈ റിലീസായിട്ട് വന്ന് വലിയ വിജയം നേടിയിട്ടുള്ള സിനിമകളാണ്. അപ്പം നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബമായിട്ട് തിയേറ്ററിൽ പോകേണ്ടുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി തന്നെ കാണും. അതുപോലെ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റുള്ളവർക്കും എല്ലാവർക്കും സൗകര്യമായിട്ട് ആ സിനിമ കാണാൻ ഇതിലും ബെസ്റ്റായിട്ടുള്ള ഒരു അവസരം എനിക്ക് തോന്നി ജൂൺ ജൂലൈ മാസം പോലെ മറ്റൊന്നില്ല. കാര്യം അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു റിലീസ് ഡേറ്റ് ആണ് ജൂൺ 13 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓവർസീസിലെ കളക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കളക്ഷൻ ഒക്കെ വെച്ചിട്ട് പോസിറ്റീവ് റിപ്പോർട്ട്, അതായത് ആദ്യത്തെ ഷോ കഴിയുന്നതോടുകൂടി ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ അടുത്ത 100 കോടി ക്ലബിലേക്ക് ടർബോ കയറും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയങ്ങളുമില്ല. അപ്പോൾ ടർബോ റിലീസ് ചെയ്യട്ടെ, ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.